أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിന്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ വർഷത്തെ അസ്സുഫ ക്ലാസ്സിന് ഇവിടെ ആരംഭം കുറിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ തടസ്സങ്ങളൊന്നും കൂടാതെ ക്ലാസ്സുകൾ നടത്താൻ നമുക്ക് സാധിച്ചു. അതിലുപരിയായി തടസ്സങ്ങളൊന്നും കൂടാതെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ മാർഗങ്ങളും ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചു തരുമാറാകട്ടെ. ആമീൻ. മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖബറൈൻ. സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ഖബറിന്റെ അരികിലൂടെ നടന്നുപോയി. ആ ഖബറിന്റെ ആളുകളെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. വളരെ വിശാലമായ ചർച്ചകൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ മുഹദ്ദിസുകൾ, ഹദീസ് വ്യാഖ്യാതാക്കൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് കൂടെയുള്ളവരോട് പറഞ്ഞു, ഫഅമ്മാ അഹദുഹുമാ ഫഇന്നഹുമാ യുഅദ്ദബാനി. ഈ ഖബറിൽ കിടക്കുന്ന രണ്ട് ആളുകൾ ശിക്ഷിക്കപ്പെടുകയാണ്. ഈ ഖബറിൽ കിടക്കുന്ന രണ്ട് ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുവാൻ ഖബറിന്റെ ആവശ്യമില്ല. മനുഷ്യ ശരീരം ആ ശരീരമായി അങ്ങനെ തന്നെ കിടക്കണമെന്നില്ല. വന്യമൃഗങ്ങൾ ഭക്ഷിച്ച് ആ മൃഗങ്ങളുടെ ശരീരവുമായി ഇവന്റെ ശരീരം ലയിച്ചു ചേർന്നാൽ പോലും, കടലിൽ അകപ്പെട്ട് അവന്റെ ശരീരം മത്സ്യങ്ങൾ ഭക്ഷിച്ചാൽ പോലും, ഇങ്ങനെ ഏത് രൂപത്തിൽ ശരീരം ഇല്ലാതെയാവട്ടെ, ശരീരം ഉണ്ടാവട്ടെ, എങ്ങനെയായിരുന്നാലും ശിക്ഷയുണ്ടാവും. മനുഷ്യൻ മറവ് ചെയ്യപ്പെടുന്നത് ഖബറിലായതുകൊണ്ട് ഖബറിലെ അദാബ് എന്ന് പറയുകയാണ്. നല്ലൊരു മുഅ്മിനായ മനുഷ്യനെ ഒരു സിംഹം ഭക്ഷിച്ചാൽ ആ മുഅ്മിനായ മനുഷ്യനിക്ക് സ്വർഗതുല്യമായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതിന് ഖബർ വേണമെന്നില്ല. ഒരു അവിശ്വാസിയായ മനുഷ്യനെ അതേപോലെ മറ്റൊരു വന്യമൃഗം ഭക്ഷിച്ചാലും അവൻ ശിക്ഷിക്കപ്പെടും. വർഷങ്ങളോളം ചില ആളുകളെ ഒരു കുന്തത്തിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചില ആളുകളെ സംബന്ധിച്ച് കിതാബുകൾ കാണാൻ സാധിക്കും. കുന്തത്തിന്റെ മുകളിലായിക്കൊണ്ട് പഴയ കാലത്ത് ഇറാഖിൽ അക്രമികളായ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഏറ്റവും വലിയ അക്രമികളായിരുന്നു മുഅ്തസിലികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളൊക്കെ തന്നെ അവർ ആത്മീയമായി ജനങ്ങളെ വഴിപഴിപ്പിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയപരമായും സംഘടിച്ചിരുന്നു. ഷിയാക്കൾ എല്ലാ കാലത്തും രാഷ്ട്രീയപരമായി സംഘടിച്ച ആളുകളാണ് ഷിയാക്കൾ. അവരിൽ രാഷ്ട്രീയ സംഘടന അവർക്കുണ്ടാകും. അവർക്ക് എപ്പോഴും ഒരു സമരസജ്ജരായ ഒരു വിഭാഗം അവർക്ക് എപ്പോഴും ഉണ്ടാകും. അവരെപ്പോഴും അഹ്ലുസുന്നയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെ പഴയ കാലം മുതൽക്ക് തന്നെ ഉള്ളതാണ്. അതേപോലെ മഹാന്മാരായ അഹ്ലുസുന്നയുടെ ഉലമാക്കളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും വധിക്കുകയും എന്നിട്ട് അവരുടെ ആ ശരീരത്തിന്റെ തലഭാഗം എടുത്തിട്ട് ഒരു കുന്തത്തിന്റെ മുകളിൽ, ഇറാഖിലെ സാമിറായിൽ 6 കൊല്ലത്തോളം ആ കുന്തത്തിന്റെ മുകളിൽ ആ തലയോട്ടി നാട്ടിവെച്ചു എന്നാണ് അറിയപ്പെടുന്ന അബൂ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ആ ശരീരം തോൽ വിരിച്ച് ആ തോലിൽ കിടത്തി മഹാനവറുകളെ വാളുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തി. എന്നിട്ട് ആ തലയെടുത്ത് ആ തലയിൽ നിന്ന് തലച്ചോറുമൊക്കെ നീക്കം ചെയ്തിട്ട് ആ തലയോട്ടി ഇങ്ങനെ കൊത്തിവെച്ചു എന്നാണ്. അത് 6 കൊല്ലം അതേ രൂപത്തിൽ ബഗ്ദാദിലെ അറിയപ്പെട്ട പട്ടണത്തിൽ അങ്ങനെ വെച്ചിരുന്നു. ഒരു ഭരണാധികാരി, മുസ്ലിമായ ഒരു ഭരണാധികാരിയാണ് അങ്ങനെ ചെയ്തത്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട
ഒരഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് അങ്ങനെ ചെയ്തത്. ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അങ്ങനെ ആ തലയോട്ടി വിശുദ്ധ കഅബാലയത്തിൽ നിന്ന് തിരിച്ച് കിഴക്കോട്ട് ഇങ്ങനെ തിരിച്ചിട്ടാണ് കടത്തിയിരുന്നത്. പോലീസുകാർ അതിന് പട്ടാളക്കാരതിന് കാവലുണ്ടായിരുന്നു. പട്ടാളക്കാർ ആ തലയോട്ടി കിഴക്ക് ഭാഗത്തേക്ക് തിരിക്കും. അവർ അങ്ങോട്ട് പോയാൽ ആ തലയോട്ടി ഓട്ടോമാറ്റിക്കായിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിയും. രാത്രി സമയത്ത് പട്ടാളക്കാർ കാവൽ നിൽക്കുമ്പോൾ ആ തലയോട്ടി സൂറത്ത് തബാറക്ക് ഓതുന്നത് ഇങ്ങനെ കേട്ടിരുന്നു. ഹദീസിൽ കാണാം, അബൂ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയോട്ടി തബാറക്ക സൂറത്ത് ഇങ്ങനെ ഓതുന്നത് കേട്ടിരുന്നു. അങ്ങനെ അത്ഭുതപ്പെട്ടിരുന്നു ജനങ്ങൾ. എങ്ങനെയാണ് ഇതിനൊക്കെ കഴിയുന്നത്? ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരം ഒരു മറ മാത്രമാണ്. ആ ശരീരത്തെ ശിക്ഷിക്കാൻ ശരീരം അക്കോലത്തിൽ തന്നെ വേണമെന്നില്ല. ആ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും വേണമെന്നില്ല. അല്പഭാഗം തന്നെ ഉണ്ടായാൽ, കാലിന് ഒരു മുള്ളു തറച്ചാൽ അതിന്റെ വേദന തലച്ചോറ് വരെ എത്തും. തലയ്ക്ക് ഒരു വേദന വന്നാൽ, തലവേദന വന്നാൽ അതിന്റെ വിഷമങ്ങൾ ശരീരം മുഴുവനും ഉണ്ടാവും. അപ്പൊ ശരീരം മുഴുവനും ശിക്ഷ അനുഭവപ്പെടാൻ ആ ശരീരം മുഴുവനും അക്കോലത്തിൽ തന്നെ വേണമെന്നില്ല. അതിന്റെ ചെറിയ ഒരു അംശം ഉണ്ടായിരുന്നാലും മതി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് തബാറക്ക സൂറത്തിന് വല്ലാത്ത മഹത്വം മഹാന്മാരായ ആൾക്കാർ കൽപ്പിക്കുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓരോ മുഅ്മിനായ മനുഷ്യരും തബാറക്ക മനഃപ്പാഠമാക്കിയെങ്കിൽ, അവർ ഹൃദയത്തിലൊക്കെ തബാറക്ക സൂറത്ത് മനഃപ്പാഠമായിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. പറഞ്ഞു വരുന്നത്, എങ്ങനെയായിരുന്നാലും ശരി അള്ളാഹു ശിക്ഷിക്കാൻ വിചാരിച്ചാൽ അതിന് ഖബർ വേണമെന്നില്ല. ഒരു ശരീരം ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, വർഷങ്ങളോളം അങ്ങനെയാണ് കിടത്തിയത്. അങ്ങനെ ചില ശരീരങ്ങളൊക്കെ എംബാം ചെയ്തുകൊണ്ട് റഷ്യയിലും മറ്റുമൊക്കെ ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ലെനിന്റെ ശരീരം ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കേട്ടത്. സോവിയറ്റ് യൂണിയൻ ഛിന്നഭിന്നമായതിനു ശേഷം റഷ്യ അത് ഏറ്റെടുത്തൊന്നും അതല്ല, അതിന്റെ ചെലവ് ബാധിച്ചതായതുകൊണ്ട് ആ ശരീരം എംബാം ചെയ്തുകൊണ്ട് അങ്ങനെ കാലാകാലവും സൂക്ഷിക്കൽ വലിയ പ്രയാസമായതുകൊണ്ട് അത് മറവ് ചെയ്തൊന്നും അങ്ങനെയും കേട്ടിരുന്നു. അല്ലാഹു അഅലം, അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരം ഒരുപാട് കാലം ഏതായിരുന്നാലും അങ്ങനെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സോവിയറ്റ് യൂണിയന്റെ തകർച്ച വരേക്കും ഗോർബച്ചോവ് സോവിയറ്റ് യൂണിയൻ ഭരിച്ചിരുന്ന കാലത്താണ് അതിന്റെ തകർച്ചയുണ്ടായത്. അതുവരേക്കും അത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ശേഷം അത് മറവ് ചെയ്തൊന്നും ഇല്ലെന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ഫിർഔന്റെ ശരീരം ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. ഞാൻ ആ ശരീരം കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അതേ രൂപത്തിൽ തന്നെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സൂക്ഷിക്കപ്പെടാനൊക്കെ ഒരുപാട് ചെലവുകളുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു ആ ഫിർഔനെ ശിക്ഷിക്കുന്നുണ്ടാവും. വിശുദ്ധ ഖുർആനിൽ ഫിർഔന്റെ ശിക്ഷയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഖുർആനിൽ പറഞ്ഞതാണ്. ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞതാണ്. ആ ശിക്ഷ നമ്മൾ കൊള്ളണമെന്നില്ല. ആ ശിക്ഷയിൽ മലായിക്കത്ത് വന്ന് അടിക്കുന്നുണ്ടാകും, ആ ശരീരത്തിൽ അടിക്കുന്നുണ്ടാകും. അത് നമ്മൾ കണ്ടുകൊള്ളണമെന്നില്ല. നമുക്കെല്ലാം അത് അറിയുന്നതാണ്. എത്രയോ ആളുകളെ അവിടെ ശരീരത്തിൽ തന്നെ ഓപ്പറേഷനുകൾ നടത്താറുണ്ട്. ഉറങ്ങുമ്പോൾ വന്ന് ഓപ്പറേഷൻ നടത്താറുണ്ട്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന്റെ പാടുകൾ കാണുന്നുണ്ട്, ആരും അത് കാണുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം, അവിടെ നടക്കുന്നുണ്ടാകും. നമ്മൾ അത് കണ്ടുകൊള്ളണമെന്നില്ല. നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലായിക്കത്തിന് പലതും ചെയ്യാൻ സാധിക്കും. അതൊന്നും നമ്മൾ കണ്ടോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളുടെ വിശ്വാസമനുസരിച്ച് ഒരു മനുഷ്യനെ അത് കരിച്ചു കളഞ്ഞാൽ, ദഹിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ ശിക്ഷിക്കപ്പെടൂല എന്നുള്ളത് മൗഢ്യമാണ്. ദഹിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ എല്ലാം പോയി എന്നതിനർത്ഥമില്ല. ദഹിപ്പിച്ചു കളഞ്ഞാലും ജല്ല ജലാലുവായ അല്ലാഹുവിനെ ശിക്ഷിക്കാൻ സാധിക്കും. അതിന് ഖബർ വേണമെന്നില്ല, ഖബറിൽ ശരീരം വേണമെന്നില്ല. ചിലപ്പോൾ ശരീരത്തെ ഖബറിൽ നിന്ന് ആ ശരീരം മണ്ണോട് ലയിച്ചിട്ടുണ്ടാവും. ഖബർ മാന്തി നോക്കുമ്പോൾ ഒന്നും കാണൂല. എന്നിട്ട് അതിൽ വേറെ ശരീരത്തെ മറവ് ചെയ്താലും, അവിടെ എത്ര ശരീരത്തെ മറവ് ചെയ്താലും അവിടെ വെച്ച് ശിക്ഷിക്കുവാനും ഖബറിൽ വെച്ച് സുഖങ്ങൾ അനുഭവിക്കാനും രണ്ടിനും സാധിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഓരോ ഉദാഹരണം എടുത്തുകൊണ്ട് വന്യമൃഗങ്ങളുടെ ശരീരത്തിൽ അകപ്പെട്ട
പാമ്പിന്റെ വയറ്റിൽ അകപ്പെട്ട, അതേപോലെ തന്നെ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയ, അതേപോലെ തന്നെ മീനുകൾ ഭക്ഷിച്ച ഇങ്ങനെയുള്ള ശരീരങ്ങൾ മുഴുവനും, ആ ശരീരങ്ങൾ മുഴുവനും ശിക്ഷിക്കപ്പെടുമെന്ന്, അല്ലെങ്കിൽ കാഫിറാണെങ്കിൽ അവിശ്വാസികളാണെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്നും, അല്ലാത്ത ആളുകളാണെങ്കിൽ ആ ശരീരങ്ങൾക്കൊക്കെ സുഖമുണ്ടാകുമെന്നും സ്വർഗീയ അനുഭൂതികൾ ഉണ്ടാകുമെന്നും വിശദമായി മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ഖബറിന്റെ അകം കാണുകയാണ്. അത് കാണാനുള്ള കഴിവ് അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലിക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ 2 ആൾക്കാര് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഖബറിലെ ശിക്ഷ ഭയാനകരമാണ്. അവിടെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടല്ലേ നിസ്കാരത്തിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, എല്ലാ ദിവസവും ഖബറിന്റെ അദാബിനെ തൊട്ട് നമ്മൾ അല്ലാഹുവോട് കാവൽ ചോദിക്കുകയാണ്. 5 നേരം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, എല്ലാ അത്തഹിയാത്തിലും. അത് പ്രിയപ്പെട്ടവരെ, സലാം വീട്ടുന്ന എല്ലാ അത്തഹിയാത്തിലും, സുന്നത്ത് നിസ്കാരമാവട്ടെ ഫർദ് നിസ്കാരമാവട്ടെ, ആ അത്തഹിയാത്തിന് ശേഷം സലാമുണ്ടോ എങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ എന്ന് ദുആ ഒഴിവാക്കൽ കറാഹത്താണ്. അത് ദ്വാരക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്നുള്ളത് വരേക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞ് നിർത്താതെ, അത് വബാരിക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ സയ്യിദിനാ ഇബ്രാഹിമ എന്ന് ഓതുന്നില്ലെങ്കിലും, അവസാനത്തെ അത്തഹിയാത്തിൽ അത് ഓതുന്നില്ലെങ്കിലും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ എന്നുള്ളത് ഒഴിവാക്കരുത് എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. അത് ഓതണം. അത് ഒഴിവാക്കൽ കറാഹത്താണ്. അത് തറാവീഹിലായിരുന്നാലും വിത്റിലായിരുന്നാലും അതേപോലെ മുഹറിന്റെ മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങളിലായിരുന്നാലും അത് ഒഴിവാക്കരുത് എന്നാണ്. ഖബറിലെ അദാബ് ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലവട്ടം പറഞ്ഞതാണ്, നിങ്ങൾ ഖബറിന്റെ അദാബിനെ തൊട്ട് അല്ലാഹുവോട് കാവൽ ചോദിക്കണേ. അതൊരു വല്ലാത്ത അദാബാണ്. ഒറ്റക്കാണ് അവിടെയുള്ളത്. പലപ്പോഴും അതിങ്ങനെ ആലോചിക്കുമ്പോ വല്ലാത്ത ബേജാറ് തോന്നിപ്പോകും. എന്തായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ നമുക്ക് കണക്കാക്കി വെച്ചിട്ടുള്ളത്? എങ്ങനെയായിരിക്കും നമുക്ക് കണക്കാക്കി വെച്ചിട്ടുള്ളത്? നമ്മെ ആർക്കും വേണ്ടാത്ത അവസ്ഥ, ആർക്കും നമ്മളെ വേണ്ട, മക്കൾക്ക് വേണ്ട, അതേ ഭാര്യക്ക് വേണ്ട, ഭർത്താവിന് വേണ്ട, സഹോദരന്മാർക്ക് വേണ്ട, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണ്ട, ആർക്കും നമ്മളെ വേണ്ട. നമ്മളെ ഒറ്റക്കാക്കി, നമ്മൾ പടുത്തുയർത്തി അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ നമ്മുടെ മക്കള്, ബന്ധപ്പെട്ട ആൾക്കാര് സുഖലോലുപന്മാരായി ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ഖബറിൽ കിടക്കേണ്ട ആ കിടക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് ഒരു മുഅ്മിനായ മനുഷ്യൻ രാവിലെ മുതൽ സുബഹി മുതലേ ഓർത്തുകൊണ്ടിരിക്കണമെന്നാണ്. സുബഹി മുതലേ അവൻ ഓർത്തുകൊണ്ടിരിക്കണമെന്നാണ്. എന്തായിരിക്കും പടച്ചോനെ അവസ്ഥ? ഏത് രൂപത്തിലായിരിക്കും അതിന്റെ അവസ്ഥ? അവിടെ ശിക്ഷയുണ്ടാകുമെന്നുള്ളത് വ്യക്തമല്ലേ? അസ്വാദിഖുൽ മസ്ദൂഖായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിനെ തൊട്ട് നിങ്ങൾ കാവൽ ചോദിക്കണേ. അള്ളാഹു കാക്കാതെ യാതൊരു രക്ഷയുമില്ല. അള്ളാഹുവിൽ നിന്നുള്ള സലാമത്ത് അതല്ലാതെ യാതൊരു രക്ഷയും ഇല്ല. അത് ഹദീസ് കൊണ്ട്, ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട സത്യമായ സംഗതിയാണ് ഖബറിലെ അദാബ്. ഈ ഖബറിൽ 2 ആൾക്കാര്, 2 ഖബറുണ്ട്. ആ 2 ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അവർ ഒരു വലിയ വിഷയത്തിലൊന്നുമല്ല ശിക്ഷിക്കപ്പെടുന്നത്. അവരുടെ വിശ്വാസപ്രകാരം അവർ ചെയ്ത തെറ്റ് വലുതല്ല. അവിടെയാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അത് ചെറിയതല്ലേ, അത് ചെറിയ കാര്യമല്ലേ എന്ന് വിചാരിച്ച് നമ്മളൊക്കെ തള്ളിക്കളയും. അതൊരു ചെറിയ പ്രശ്നമല്ലേ, അതൊരു ചെറിയ കാര്യമല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളയും. സഹീഹായ ഹദീസിൽ ബുഖാരിയിൽ കാണാം, അവരുടെ വിശ്വാസപ്രകാരം അതൊരു വലിയ തെറ്റൊന്നുമല്ല, പക്ഷേ ആ കാരണം കൊണ്ട് അവർ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, അവരിൽ നിന്നുള്ള ഒരാൾ, അവരിൽ നിന്നുള്ള ഒരാൾ അയാൾ നമീമത്തിന്റെ ആളാണ്. ഒരാളെ പറ്റി മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക,
അങ്ങനെ പറഞ്ഞു കൊടുത്ത് രണ്ടാൾക്കാരുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കുക, വെറുപ്പുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അറിയാതെ അതൊക്കെ കടന്നു വരും, അറിയാതെ കടന്നു വരും. നമ്മെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാതിരുന്നാൽ അത്രയ്ക്കും നല്ലതാണ്. മഹാന്മാരായ സഹാബത്തിൽ നിന്നുള്ള പല ആളുകളും അടക്കം വായിൽ കല്ല് വെച്ച് അടക്കാറുണ്ടായിരുന്നു. ഈ വായിൽ കല്ല് വെച്ച് അടക്കുന്നത് സംസാരിക്കാതിരിക്കാനാണ്. സംസാരം കുറക്കുന്നുണ്ടോ? ആരെങ്കിലും സംസാരം കുറച്ചാൽ അത്രക്കും നല്ലതാണ്. അത്യാവശ്യത്തിന് മാത്രം സംസാരിച്ച് ബാക്കിയുള്ള സമയത്ത് ദിക്റും തസ്ബീഹുമായി നടക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കും. നമീമത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാൾക്കാരുടെ ഇടയിൽ വെറുപ്പുണ്ടാക്കാൻ വേണ്ടി, അകൽച്ചയുണ്ടാക്കാൻ വേണ്ടി ഇവൻ പറഞ്ഞത് ഇവനെ പറ്റി അവൻ പറഞ്ഞത് ഇവനോട് പറയുക, അവൻ പറഞ്ഞത് മറ്റോരോരുത്തർ പറയുക, ഇങ്ങനെ ഏശനി പറഞ്ഞ് നടക്കുക. ഓൻ അങ്ങനെ എന്നെ പറ്റി പറഞ്ഞു, എന്താണ് ഓൻ എന്നെ പറ്റി പറഞ്ഞതെന്നത് ഇങ്ങനെ വിചാരിക്കും. ഓനിപ്പോ എൻ്റെ തന്നെ സുഹൃത്താണെന്ന് വിചാരിക്കും. എന്നോട് ഓൻ അങ്ങനെ പറഞ്ഞില്ല എന്നെ പറ്റിയിട്ട്, എന്നോട് ഇങ്ങനെ പറഞ്ഞില്ല എന്നെ പറ്റിയിട്ട്. ഇതാണ് നമീമത്ത്. പലതും നമ്മൾ പറിച്ചു വെക്കണം. എല്ലാ സത്യങ്ങളും പറയണമെന്നില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ സത്യങ്ങളും പറഞ്ഞോളുന്നില്ല. പറയുന്നത് സത്യമാകണമെന്നേ ഉള്ളൂ. പറയുന്നതൊക്കെ സത്യമാണ്. എല്ലാവരോടും പറഞ്ഞോളുന്നു അങ്ങനൊന്നും നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പറയുന്നതൊക്കെ സത്യമാകണം. എല്ലാ സത്യങ്ങളും നമ്മൾ പറഞ്ഞോളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാൾക്കാരിടയിൽ അകൽച്ച ഉണ്ടാക്കാൻ വേണ്ടി ഇവൻ ഓനെ പറ്റി പറഞ്ഞത് അങ്ങോട്ട് പറയുക, അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുക. ഇങ്ങനെ ചില ആളുകൾക്ക് അത് ഏറ്റവും കൂടുതലുള്ളത് പെണ്ണുങ്ങൾക്കാണ്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അത് ഖബറിലെ അദാബിന് കാരണമാണ്, ശിക്ഷയ്ക്ക് കാരണമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മറ്റേ ആള് മൂത്രമൊഴിച്ചാൽ നല്ല പോലെ ട്യൂബിൽ നിന്ന് മൂത്രം പുറത്തേക്ക് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. പെട്ടെന്ന് മൂത്രമൊഴിച്ച് എഴുന്നേറ്റ് പോകും. ചിലപ്പോൾ പെട്ടെന്ന് മൂത്രമൊഴിച്ച് എഴുന്നേറ്റ് പോയാൽ 5, 6, 7 അടി നടന്നാൽ മൂത്രം ഉറ്റിപ്പോകും. 40 വയസ്സ് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ കൂടുതൽ സമയം ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കും. 40 വയസ്സ് കഴിഞ്ഞാൽ അതുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് വിവിധ ചികിത്സകളൊക്കെ ഇപ്പൊ നിലവിലുണ്ട്. ഏതായിരുന്നാലും അത് വീക്കം സംഭവിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിന്റെ ഞരമ്പുകൾ തടിക്കുകയും മൂത്രം വരുന്ന സ്ഥലം കുടുങ്ങിപ്പോവുകയും, അങ്ങനെ കുടുങ്ങിപ്പോകുമ്പോൾ നല്ലപോലെ മൂത്രം ഒഴിഞ്ഞു പോകാതെ, മൂത്രം ഒഴിഞ്ഞു പോയാൽ പിന്നെയും തങ്ങി നിൽക്കും. പിന്നെ ആ മൂത്രം ഒന്നിരിക്ക തൊണ്ട അനക്കിയിട്ട് 7 വട്ടം തൊണ്ട അനക്കണമെന്ന് അത് നമുക്കൊക്കെ മനസ്സിലാവും. തൊണ്ട അനക്കിയാൽ അതിന്റെ കണക്ഷൻ നമ്മുടെ ട്യൂബുമായി അതിന്റെ കണക്ഷൻ ഉണ്ട്. തൊണ്ട അനക്കിയാൽ ചില സഹോദരിമാർ സംശയം ചോദിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ കുരക്കുമ്പോൾ മൂത്രം പോകുന്നുണ്ട്, അതേപോലെ തന്നെ തുമ്മുമ്പോൾ മൂത്രം പോകുന്നുണ്ട്, എന്താണ് അതിന്റെ ഹുക്മ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന്റെ വിധി എന്താണ്? അങ്ങനെ നമ്മുടെ തൊണ്ട അരിക്കുന്ന അവസരത്തിൽ ഈ രൂപത്തിൽ മൂത്രം ട്യൂബിൽ എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോയിക്കോളും. അതുകൊണ്ടാണ് തൊണ്ട അനക്കണം. നല്ലപോലെ തൊണ്ട അനക്കിക്കൊണ്ട് മൂത്രം ട്യൂബിൽ നിന്ന് ഒഴിവാക്കണം. മൂത്രത്തിന്റെ ആ ട്യൂബിന്റെ താഴ്ഭാഗത്ത് അവന്റെ വൃഷ്ണത്തോട് ചേർന്നുകൊണ്ട് അവന്റെ ഇടത്തെ കൈയിന്റെ വിരല് കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് മേൽപോട്ടേക്ക് ഇങ്ങനെ അമർത്തിക്കൊണ്ടുവരണം. മേൽപോട്ടേക്ക് ഇങ്ങനെ അമർത്തിക്കൊണ്ടുവന്നാൽ അവിടെയൊക്കെ തങ്ങി നിൽക്കുന്ന മൂത്രത്തിന്റെ കണികകൾ അത് പുറത്തേക്ക് കളയാൻ സാധിക്കും. ഇങ്ങനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൂത്രം പൂർണ്ണമായി ഒഴിവാക്കാതിരുന്നാൽ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ അവർ ഇടുങ്ങിയ പാന്റ് ധരിക്കുന്നു, ആ പാന്റിനകത്ത് അവർ ഇടുങ്ങിയ സെറ്റിയും ധരിക്കുന്നു, എന്നിട്ട് അതുമായി അവർ മൂത്രമൊഴിച്ചാൽ മൂത്രം പൂർണ്ണമായി പോകാൻ പണിയാണ്. അത് പോകാതെ കുറച്ചങ്ങ് മുന്നോട്ട് നടന്നാൽ ഉറ്റിപ്പോകും. അതൊരു ടേപ്പ് മാതിരിയാണ്. ടേപ്പ് എത്ര വലിയ കറക്റ്റുള്ള ടേപ്പാണെങ്കിലും ആ ടേപ്പ് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ടേപ്പ് ഇങ്ങനെ കൂട്ടിയാൽ പിന്നെയും ഒരു 1-2 തുള്ളി ആ ടേപ്പിൽ നിന്ന് ഉറ്റിപ്പോകും. ഇതേപോലെ തന്നെ മൂത്രത്തിന്റെ ട്യൂബിൽ നിന്ന് ഉറ്റിപ്പോകുന്നത് അത് ക്ഷമിച്ചുകൊണ്ട്, സമയം കണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഫുഖാക്കൾ പറഞ്ഞു അസ്ർ സമയത്തും മഗ്രിബ് സമയത്തും അത് കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കണം, കുറച്ച് നേരത്തെ തന്നെ അതിനു വേണ്ടി തയ്യാറാകണം. നിസ്കരിക്കുന്ന ആ തൊട്ട് മുമ്പ് തന്നെ ഉണ്ടാക്കിയാൽ
ജമാഅത്ത് പോകുമോ അല്ലെങ്കിൽ സമയം നഷ്ടപ്പെട്ടോ എന്നൊക്കെ വിചാരിച്ച് പെട്ടെന്ന് മൂത്രമൊഴിച്ച് ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് അസർ സമയവും അതേപോലെ തന്നെ മഗ്‌രിബിന്റെ സമയവും. കാരണം ആ സമയത്ത് ജോലിയും മറ്റൊക്കെ ആയിട്ട് കുറെ നേരം ഇരുന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംവിധാനം അങ്ങനെയൊക്കെ ഈ മൂത്രം തങ്ങി നിൽക്കാനൊക്കെ കാരണമാകും. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതാണ് നമുക്കുള്ള ഡ്യൂട്ടി. അള്ളാഹു ഈ ദുനിയാവിലേക്ക് നമ്മളെ പറഞ്ഞയച്ച ഡ്യൂട്ടി അള്ളാഹ് കൽപ്പിച്ചത് ചെയ്യലാണ്. അതാണ് നമ്മുടെ ഡ്യൂട്ടി. അതിന് നമ്മൾ സമയങ്ങളൊക്കെ ശരിയാക്കി ഒതുക്കി വെച്ച് തർത്തീബാക്കി ക്രമീകരിച്ച് അങ്ങനെ വെച്ചോളാം. നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു നമ്മെ പറഞ്ഞയച്ചതാണ്. ഡ്യൂട്ടി ഇല്ലാതെ ഒരു 15 വയസ്സ് വരെ സ്വതന്ത്രമായി ജീവിക്കാൻ അള്ളാഹു അവസരം തന്നിട്ടുണ്ട്. അപ്പോഴൊന്നും നമുക്ക് പ്രത്യേക ഡ്യൂട്ടിയൊന്നുമില്ല. അപ്പൊ നമുക്ക് പ്രത്യേകമൊന്നുമില്ല. ആ കാലഘട്ടങ്ങളിൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും നമ്മോട് ചോദ്യം ചെയ്യപ്പെടൂല. അങ്ങനെ സ്വതന്ത്രമായി ജീവിച്ചൊരു കാലമുണ്ട്. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നാം സ്വതന്ത്രന്മാരല്ല, നാം കാര്യങ്ങളൊക്കെ ചെയ്തോളണം. അപ്പൊ അള്ളാഹു കൽപ്പിച്ച പോലെ ജീവിക്കുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടി പലപ്പോഴും നിർവഹിക്കാൻ തടസ്സങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. അത് എക്കാലത്തും വന്നിട്ടുണ്ട്. അതൊക്കെ തരണം ചെയ്യൽ തന്നെയാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം ശ്രദ്ധിക്കുക. ചെറിയ 2 വിഷയം ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ചെറിയ 2 വിഷയമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തനസ്സഹു മിനൽ ബൗൽ, മൂത്രമൊഴിച്ചാൽ നല്ലപോലെ വൃത്തിയാക്കണേ, മൂത്രമൊഴിച്ചാൽ നല്ലപോലെ വൃത്തിയാക്കണേ. ഫഇന്ന ആമ്മത അദാബിൽ ഖബരി മിനൽ ബൗൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഖബറിലെ അദാബിന്റെ ശിക്ഷയുടെ ഭൂരിഭാഗവും മൂത്ര സംബന്ധിയാണ്, മൂത്രമായി ബന്ധപ്പെട്ടതാണ്. ഫഇന്ന ആമ്മത അദാബിൽ ഖബരി മിനൽ ബൗൽ, മൂത്ര സംബന്ധിയാണ്. ഖബറിലെ ഭൂരിപക്ഷ അദാബും അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മൂത്രത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് പുന്നാര മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂത്രത്തിന് ട്യൂബിട്ട് കഴിഞ്ഞാൽ നിസ്കരിക്കണം, സമയമായാൽ നിസ്കരിക്കണം. പക്ഷെ ആ നിസ്കാരങ്ങളൊക്കെ അവനക്ക് കഴിയുമെങ്കിൽ മടക്കി നിസ്കരിക്കണം. കാരണം നജസ് അവനിൽ നിന്ന് വിട്ടൊഴിയില്ല. മൂത്രവാർച്ചക്കാരൻ എന്ന അവസ്ഥ അവനക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അവൻ മൂത്രത്തിൽ ട്യൂബിട്ട ആൾക്കാരെ എങ്ങനെ നിസ്കരിക്കണം. ഇനി അവൻ മൂത്രമൊഴിച്ച് അവനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും മുറ്റിപ്പോകും, വേറെ സംവിധാനമൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് സമയമായതിനു ശേഷമേ അവൻ ഉളവെടുക്കാവൂ. മൂത്രം എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ സമയമാകുന്നതിന് മുമ്പ് ഉളവെടുക്കാൻ പറ്റൂല. സമയമായതിനു ശേഷം ഉളവെടുക്കണം. അതിന്റെ മുമ്പ് മൂത്രമൊഴിച്ച് നല്ല ശീല കൊണ്ട് അതിനെ കെട്ടിപ്പൊതിഞ്ഞ് മൂത്രം വരാത്ത രൂപത്തിലൊക്കെ ആക്കണം. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായി കാണരുത്. ഇങ്ങനൊക്കെ എന്തിനാ നിസ്കരിക്കണം, ഇങ്ങനൊക്കെ എന്തിനാ നിസ്കരിക്കണം, അള്ളാഹ് അറിഞ്ഞൂടെ എനിക്ക് ഇങ്ങനൊക്കെ ഒരു രോഗമുണ്ട്, എനിക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടെന്ന് അള്ളാഹ് അറിഞ്ഞൂടെ എന്നൊന്നും ചിന്തിക്കരുത്. അത് അള്ളാഹ് അങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കണം, അള്ളാഹ് അങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കണം. ഇങ്ങനെ നിസ്കരിച്ചാൽ, ഇങ്ങനെ അല്ലാതെ നിസ്കരിച്ചതിനേക്കാൾ ഒരുപാട് പ്രതിഫലം കിട്ടും. അതായത് നമ്മൾ അടിമയാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ് മെയിൻ വിഷയം. നമ്മൾ അള്ളാഹിന്റെ അടിമ, അള്ളാഹ് പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ നമ്മളിങ്ങനെ കുറെ നിസ്കരിച്ചിട്ട് അള്ളാഹ്ക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, അള്ളാഹിന്റെ സ്ഥാനം കൂടാനൊന്നും പോകുന്നില്ല. നമ്മളെ അടിമയാണ്. അള്ളാഹു പറഞ്ഞതൊക്കെ കേൾക്കുന്നവരാണ്, അനുസരിക്കുന്നവരാണ്. അതനുസരിക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു സ്കൂളിൽ 10 കുട്ടികളുണ്ടെങ്കിൽ എക്സാമിന്റെ സമയത്ത്, പരീക്ഷന്റെ സമയത്ത് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന കുട്ടികളുണ്ടാവും, അങ്ങനെ പെട്ടെന്ന് എഴുതാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും, പല രൂപത്തിലുള്ള കുട്ടികളുണ്ടാവും. അതേപോലെ തന്നെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നല്ല ബുദ്ധിമുട്ടൊന്നും കൂടാതെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, ബുദ്ധിമുട്ടോടുകൂടെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഇപ്പൊ എങ്ങനെയാണ് ഇങ്ങനൊക്കെ നിസ്കരിച്ചിരിക്കുന്ന ഇപ്പൊ എന്താ വരാൻ പോകുന്ന അള്ളാഹ് അറിഞ്ഞൊരു പെണ്ണ് സുഖമില്ലാന്നുള്ളത് എന്നൊന്നും വിചാരിച്ചുകൂടാ. നമ്മോട് കൽപ്പിക്കപ്പെട്ടത് നമ്മൾ ചെയ്താൽ അതിനനുസരിച്ച് റബ്ബിന്റെ മക്കളിൽ നിന്ന് നമുക്ക് പ്രതിഫലവും റബ്ബിന്റെ പൊരുത്തവും ഉണ്ടാകും. അതുകൊണ്ടാണ് മൂത്രവാർച്ചക്കാരായ ആൾക്കാർ, സ്ഥിരമായി മൂത്രം പോകുന്ന ആൾക്കാരാണെങ്കിൽ സമയമായതിനു ശേഷമേ പറ്റൂ. അവർ നല്ലപോലെ ശീല വെച്ച് കെട്ടി ഭദ്രമായി അവര് നിസ്കരിച്ചോളണം, പെട്ടെന്ന് നിസ്കരിച്ചോളണം. സുന്നത്തുകളൊക്കെ കുറച്ചിട്ട് അവർ പെട്ടെന്ന് നിസ്കരിച്ചോളണം. സുന്നത്ത് നിസ്കാരം ഒന്നും നിസ്കരിക്കാൻ നിൽക്കണ്ട, ഫർദ് നിസ്കാരം മാത്രം ഒരു നിസ്കരിച്ചാൽ മതി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒഴിവാക്കാൻ പറ്റില്ല, മൂത്രവാർച്ച ഒഴിവാക്കും. ഈ ട്യൂബോ അല്ലെങ്കിൽ മറ്റ് ആ രൂപത്തിലുള്ള ടോപ്പ് ഇടുന്ന ആൾക്കാരും, ടോപ്പ് ഇടുന്ന സംവിധാനം ഇപ്പൊ തുടങ്ങിയതാണ്.
അവന് ട്യൂബിട്ട് കഴിഞ്ഞാൽ ആ പ്രയാസം ഉണ്ടാവില്ല. ട്യൂബിട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം സംവിധാനങ്ങളായിപ്പോയി, അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയാകുമ്പോഴും നിസ്കരിച്ചുകൊള്ളണം. അങ്ങനെ നിസ്കരിച്ച് ഇനി അവനക്ക് ആഫിയത്തുണ്ടെങ്കിൽ, ഇതൊക്കെ അസുഖമൊക്കെ സുഖമായെങ്കിൽ ആ നിസ്കാരത്തിന് മടക്കി നിസ്കരിക്കണം. അസുഖമൊന്നും സുഖമായില്ലെങ്കിലോ അള്ളാഹു ശിക്ഷിക്കൂല, നിവൃത്തിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ രണ്ട് കാര്യങ്ങൾ: ഒന്ന് നമീമത്തുമായി നടക്കുക, രണ്ടാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഈ മൂത്രം ശ്രദ്ധിക്കാതിരിക്കുക. ഇത് രണ്ടുകൊണ്ടും ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ? ഒരു ഈന്തപ്പന, ആ ഈന്തപ്പനിന്റെ രണ്ട് മട്ടലെടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞത് രണ്ട് ചീളാക്കി. അങ്ങനെ രണ്ട് ചീളാക്കിയിട്ട് ഒരു ചീള് ഒരു ഖബറിന്റെ മുകളിലും മറ്റേ ചീള് മറ്റേ ഖബറിന്റെ മുകളിലും അവിടെ നിന്ന് കുത്തിവെക്കാൻ വേണ്ടി സഹാബത്തിനോട് കൽപ്പിച്ചു. അങ്ങനെ അത് കുത്തിവെച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ തസ്ബീഹ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് ആശ്വാസം നൽകും. ഇതിന്റെ തസ്ബീഹ് കൊണ്ട് ആശ്വാസം നൽകും. അതുകൊണ്ടാണ് പിൽക്കാലത്ത് നമ്മളൊക്കെ ഈ ഖബറിൽ ചെടി കുത്തി വെക്കുന്നത്. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ചെടി പരേന്നുകൊണ്ട്, മുമ്പൊക്കെ ആ ഏതെങ്കിലും ഒരു ഖബറിന്റെ മേലുള്ള ഒരു ചെടിയുടെ എടുത്തിട്ട് അതിനൊരു കൊമ്പെടുത്തിട്ട് കുത്തിവെക്കല്, അതിനൊരു കുഴപ്പമൊന്നുമില്ല. ആ ഖബറിന്റെ മുകളിൽ നിന്നൊരു കൊമ്പെടുത്ത് കുത്തിവെക്കുമ്പോ ആ ഖബറിലുള്ള ആൾക്ക് ഈ ചെടിന്റെ ഉപകാരം നഷ്ടപ്പെടാത്ത രൂപത്തിലായാൽ മതി എന്നേ ഉള്ളൂ. ചെടി മറ്റേ ഖബറിൽ നിന്ന് പറിച്ചിട്ട് ഇവിടെ കൊണ്ടു കുത്താൻ പാടില്ല. പിന്നെ അയാൾക്ക് നഷ്ടപ്പെട്ടില്ല. അയാൾക്ക് നഷ്ടപ്പെടാതെ ഇതിന് കൊമ്പെടുത്ത് കുത്തുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെ ആ കൊമ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അത് ബന്ധപ്പെട്ട മക്കളെന്നെ ഇങ്ങനെ കുത്തിവെക്കണം, അതൊക്കെ പിന്നീടുണ്ടായ ഓരോ കാട്ടിക്കൂട്ടലാണ്. ഈ മക്കളെന്നെ ഇങ്ങനെ കുത്തിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ മയ്യത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മയ്യത്തിന്റെ കുടുംബക്കാരും ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ മുന്നോട്ട് വരിക എന്ന് ഞാൻ വിളിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കൂട്ടർ മുന്നോട്ട് വരണമെന്ന് വിളിച്ചു പറയാറൊന്നും കൽപ്പിക്കപ്പെട്ടിട്ട് ജോലി വരികയാണെന്ന് പറഞ്ഞോട്ട് ഒരു ചെറുപ്പൂലിക്ക് വേണ്ടി ഇങ്ങനെ ഒഴിച്ചില്ല. അതൊന്നും നമ്മോട് കൽപ്പിക്കപ്പെട്ടതല്ല. അത് ചെയ്യാണെങ്കിൽ ചെയ്യാം, ചെയ്യണ്ട. അപ്പൊ അത് ചിലപ്പോ ഉസ്താദ് ഒരാൾ മരിച്ചപ്പോ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? അപ്പൊ വലിയ ഉസ്താദിന്റെ കാര്യത്തിൽ ഞങ്ങളെ പറ്റി പറയാത്തത് എന്നുള്ള പരാതി അങ്ങനെ നിങ്ങൾക്കൊക്കെ അറിയാലോ. പഴയ കാലത്ത് അങ്ങനൊന്നും പറയില്ലല്ലോ, ഉണ്ടോ? മുമ്പത്തെ മത്സരമില്ലാതെ പുതിയ മത്സരം പിന്നെ ഉണ്ടായതാ. അങ്ങനെ മത്സരമൊന്നും ഇല്ലല്ലോ. അത് ആരോ ഒരാൾ തുടങ്ങിയിട്ടുണ്ടാവും. അത് പിന്നെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പറയാൻ ഒരു ചെറുപ്പ് ഒലിക്ക് വേണ്ടി ഒഴിച്ചിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത ഉണ്ടെങ്കിൽ മുമ്പേ അത് ചെയ്യേണ്ടതല്ലേ. അങ്ങനെ പ്രത്യേകത ഒന്നുമില്ല. ബന്ധപ്പെട്ട ആൾക്കാർ നിസ്കരിക്കാം, ബന്ധപ്പെട്ട ആൾക്കാർ അവര് നിസ്കാരം എന്നല്ലാതെ ഒന്നാമത്തെ സെഫില് മയ്യത്തിന്റെ കുടുംബക്കാരത്ത് നിൽക്കേണ്ടതാകുന്ന ഒരു ഇല്ലാതില്ല. അതുണ്ടെങ്കിൽ മുമ്പേ ഇവിടെ വരക്കാർക്ക് പിന്നെ നെയ്യം അബ്ദുൽ മാനൂലിയനും ഒക്കെ ഉള്ള കാലില്ല. ഇവിടെ വലിയ ആൾക്കാരുണ്ട്. ഓലൊക്കെ പറഞ്ഞതില്ല, ചുണ്ടൊന്നും ഓലൊക്കെ പറഞ്ഞതില്ല. ഞങ്ങൾ കുടുംബക്കാരൊക്കെ ഒന്നാമത്തെ സെഫിൽ നിൽക്കും. കുടുംബക്കാരൊക്കെ ഒന്നാമത്തെ സെഫിൽ നിൽക്കുന്ന പ്രത്യേക സുന്നത്താണ് എന്ന് ഓല് പറഞ്ഞിരുന്നു. അതെന്തായിട്ട് അങ്ങനെ സുന്നത്തില്ല. ആണെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ നിൽക്കണ്ട, അത്രേ അതിനുള്ളൂ. ഇല്ലാത്തതൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അതിനിപ്പോ നമ്മൾ കാട്ടുക, ഓരോരുത്തരും ഓരോന്നും ഉണ്ടാക്കിയപ്പോ നമ്മളെന്താ ചെയ്യണം? അപ്പൊ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇങ്ങനെ ആ കൊമ്പ് പെരേന്ന് കൊണ്ടുപോകാം, മറ്റു സ്ഥലത്ത് കൊണ്ടുപോകാം. അതാ മരിച്ച ആളെ മോദനം കൊണ്ട് തെളിച്ചു കുത്തി കൊടുക്കുന്നത് അങ്ങനൊന്നുമില്ല. അതാർക്കും കുത്താം, അതാരും കുത്തിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അതിന് വിരോധമൊന്നുമില്ല. അതിനൊക്കെ പിന്നണ്ട് ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ സിയാറത്ത് ചെയ്തിട്ട് പിന്നെ മീതാങ്കറിനൊന്നും തൊട്ട് കണ്ടിട്ട് പോയി സിയാറത്തൊക്കെ ചെയ്ത് മീതാങ്കറിനൊക്കെ തൊട്ട് അതൊന്നും ചെയ്യരുതെന്ന് പറയാം. ഇല്ലാത്ത ഓരോന്നും ഉണ്ടാക്കണം. എന്തിന് മീതാങ്കറിന് തൊടുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അതൊരു കല്ല്, ആ കല്ലെന്താ അടയാളത്തിന് വേണ്ടി വെക്കുകയാണ്. അതൊരു ഖബറാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മീശാൻ എന്ന് പറഞ്ഞാൽ തന്നെ അടയാളം എന്നാണ്. മീശാൻ എന്നുള്ളത് അത് ഫാരിസി പദമാണ്. അത് നമ്മൾ പിന്നെ മീസാനാക്കി മാറ്റിയതാണ്. അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ പ്രയോഗം മീശാൻ എന്നാണ്. മീശാൻ എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ്. അടയാളത്തിന് വേണ്ടി വെക്കുന്ന ഒരു കല്ലാണ്. അത് തൊടാനും പിടിക്കാനൊന്നും നമ്മോട് കൽപ്പിച്ചിട്ടില്ല. തൊടേണ്ട ആവശ്യമൊന്നുമില്ല. തൊട്ടുകാണ്ട് ഇങ്ങനെ പോരുക, ജിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നും തൊട്ടുകാണ്ട് അത് പോരുക, അങ്ങനൊന്നും നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതൊക്കെ മറ്റുള്ള ചില ആൾക്കാരുടെ അനാചാരങ്ങളാണ്. കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ മോനോട് പറയണം, മോനെ അങ്ങനൊന്നും ചെയ്യണ്ട, അങ്ങനൊന്നും ഇല്ല എന്ന് കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനൊന്നും ഇല്ലാത്തതാണ്. ഇനി ആ ഖബറിന്റെ മുകളിലുള്ള
ഈ നമ്മൾ വെച്ച ചെടി അല്ലെങ്കിൽ മരം അത് വലുതായി കബറിലേക്ക് വേരുകൾ ഇറങ്ങിപ്പോകുന്ന രൂപത്തിലാണെങ്കിൽ അത് അവിടെ നിന്ന് പറിച്ചു മാറ്റണം. ഒരു മരമായി അതിന്റെ വേരുകൾ കബറിലേക്ക് ഇറങ്ങി കബറിലുള്ള ആളെ ശല്യപ്പെടുത്തും എന്ന് കണ്ടാൽ അത് വെട്ടിമാറ്റേണ്ടതാണ്. അതേപോലെ കബറിലെ മരത്തിന്റെ തോല് വെട്ടാം. ആ തോല് വെട്ടിയിട്ട് കമ്മിറ്റിക്ക് അതിന്റെ പൈസ എടുത്ത് മറ്റ് ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാവുന്നതാണ്. അതേപോലെ ഖബർസ്ഥാനിയിൽ വല്ല മാമ്പഴമോ അല്ലെങ്കിൽ വല്ല ഓമക്കായോ കർമൂസയോ അല്ലെങ്കിൽ പേരക്കയോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കൊണ്ടാവാവുന്നതാണ്. അത് പൊതുസ്വത്താണ്, എല്ലാവർക്കും കൊണ്ടുപോകാവുന്നതാണ്. പക്ഷേ കമ്മിറ്റി ഒരു തീരുമാനം എടുക്കും, അത് കൊണ്ടുപോകുമ്പോൾ പൈസ തരണമെന്ന് കമ്മിറ്റി തീരുമാനിച്ചാൽ അത് കമ്മിറ്റിക്ക് പൈസ കൊടുക്കേണ്ടി വരും. കമ്മിറ്റിക്ക് അങ്ങനെ തീരുമാനിക്കാവുന്നതാണ്. കമ്മിറ്റിക്ക് ഇതിന്റെ മേലനുഭവങ്ങൾ ലേലം ചെയ്യാവുന്നതാണ്. അതിൽ തേങ്ങ ഉണ്ടാവും, മാങ്ങ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ കമ്മിറ്റിക്ക് അതിന്റെ ഇഷ്ടം പോലെ ലേലം ചെയ്തുകൊണ്ട് അത് വിൽപ്പന നടത്താവുന്നതാണ്. അങ്ങനെ കമ്മിറ്റിക്ക് പ്രത്യേകമായ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ആ നിയമങ്ങളോ ഇല്ലെങ്കിൽ ആർക്കും അതിൽ നിന്നിട്ട് പഴങ്ങൾ എടുക്കാവുന്നതാണ്. പൊതു സ്വത്താണ്, മുസ്ലിമീങ്ങൾക്കുള്ള പൊതു സ്വത്താണ്, ആർക്കും എടുക്കാവുന്നതാണ്. അത് മഹല്ലത്തിൽ പൊതുവെ നടന്നു വരുന്നൊരുണ്ടാവും. മഹല്ലിൽ സാധാരണ നടന്നു വരുന്ന കീഴ്വഴക്കം ഉണ്ടാവും, ഓരോ കീഴ്വഴക്കം. അത് എല്ലാവർക്കും നിശ്ചയുണ്ടാവും, ഒരു കീഴ്വഴക്കം ഉണ്ടാവും. അത് മിക്ക മഹല്ലുകളിലും മേലനുഭവം കൊല്ലത്തിനൊരിക്കൽ ലേലം ചെയ്ത് കൊടുക്കും. ഖബർസ്ഥാനിലെ മേലനുഭവങ്ങൾ തേങ്ങ മാങ്ങ പോലത്തത് ഒരു കൊല്ലത്തിന് ലേലം ചെയ്താൽ ആ ആളാണ് അതിനെ കൊണ്ടുപോകും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ആ ആളുകൾ അത് കൊണ്ടുപോകും, അയാൾക്കാണ് അതിന്റെ അവകാശം. അങ്ങനെ ഇല്ലാത്ത, അങ്ങനെ പ്രത്യേകമായ തീരുമാനങ്ങൾ ഇല്ലെങ്കിൽ എല്ലാവർക്കും കൊണ്ടുപോകുന്നതിന് ഞാൻ വിരോധം. ഇനി അത് അറിയണമെങ്കിൽ ചോദിച്ചു നോക്കണം കമ്മിറ്റിന്റെ ആൾക്കാരും. അവനക്കിപ്പോ അത് എടുത്തോളം നിർബന്ധമൊന്നുമില്ലല്ലോ, അത് എടുത്തു കൊണ്ടുപോകണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ മൊത്തത്തിൽ അതിന്റെ മസാലകൾ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് അത് പ്രത്യേക തീരുമാന കമ്മിറ്റിക്ക് ഉണ്ടെങ്കിൽ കമ്മിറ്റിയോട് ചോദിച്ചിട്ട് നമുക്ക് എടുക്കാം. കമ്മിറ്റിയോട് ചോദിച്ചിട്ട് കമ്മിറ്റി എന്നാണ് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചാൽ മതി. ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഈ പഴയ കബറ്, ആ പഴയ കബറ് പൊളിച്ചിട്ട് അതിന്റെ കല്ലെന്താ കാട്ട്, മൂടുകല്ലുണ്ടെങ്കിൽ പഴയ കബറ് പൊളിച്ചപ്പോൾ മൂടുകല്ല് കണ്ടിരുന്നു. അപ്പൊ ആ കബറിന്റെ ആളാരാണ് എന്ന് അറിയില്ലെങ്കിൽ ആ ആളുടെ അനന്തരാവകാശികൾക്കാണ് അതിന്റെ അവകാശം വരിക, ആ കല്ലിന്റെ അവകാശം. കബറിലെ ആള് ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ട്, ആളാരാണ് അതിന്റെ അനന്തരാവകാശികളൊക്കെ ഉണ്ടെങ്കിൽ ഓർക്കാണ് ആ കല്ലിന്റെ അവകാശം വരിക. ഒരു കാശ് കൊടുത്തിട്ടാണല്ലോ ആ കല്ല് മൂടലിന് പൈസ ഉണ്ടാവും. അങ്ങനെ അറിയപ്പെടാത്ത കബറാണ്. ഒരുപാട് കാലമായി ആരാണ് ആ കബറിലുള്ള ആളെന്നോ അനന്തരാവകാശികൾ ഉണ്ടെന്നോ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അത് പൊതുസ്വത്തായിട്ട് പരിഗണിക്കപ്പെടും. പൊതുസ്വത്തായിട്ട് അപ്പൊ കമ്മിറ്റിക്ക് അത് വെക്കുകയും ചെയ്യാം, അതിന്റെ പൈസ വെക്കുകയും ചെയ്യാം. കമ്മിറ്റിക്ക് അത് എടുക്കാവുന്നതാണ് പൊതുസ്വത്തായിട്ട്. അങ്ങനെ അത് ഓർക്ക് ബോധ്യമായി എടുക്കാം. ആ കുഞ്ഞൻ പറഞ്ഞത് അവർക്ക് ബോധ്യമാവണം. ഞങ്ങളതാണെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അവർക്ക് എടുക്കാം. എല്ലാത്തിനും ബോധ്യമാവുക എന്നൊരു വിഷയമാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ അതിന്റെ മസാലകളൊക്കെ പറഞ്ഞത് മാത്രം. ഏതായിരുന്നാലും ഖബറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു ആളെ അതിൽ മറവ് ചെയ്താൽ അയാൾക്ക് അതിന്റെ അവകാശം, അയാളുടെ ശരീരം നശിക്കുന്നത് വരേക്കും ആ ഖബറിൽ അയാൾക്ക് അവകാശമുണ്ട്. ശരീരം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതിന്റെ അവകാശമില്ല. പൊതുശ്മശാനമാണെങ്കിൽ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത് ശരീരം നശിക്കാനുള്ള കാലം കഴിഞ്ഞാൽ അത് മാന്തിയിടണം. അത് മാന്തിയിട്ടിട്ട് വേറെ ആൾ അതിൽ മറവ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം. അല്ലെങ്കിൽ ആ സ്ഥലം വെറുതെ അങ്ങനെ പോകൂലേ? അങ്ങനെ അത് ഓരോ മണ്ണനുസരിച്ചാണ് വരുന്നത്. ഓരോ പ്രദേശത്തെ മണ്ണനുസരിച്ച് വ്യത്യാസപ്പെടും. അത് അഗ്രികൾച്ചർ വിഭാഗക്കാരാണ് അത് പറയേണ്ടത്. അത് ഓരോ മണ്ണനുസരിച്ച് ശരീരം നശിക്കാൻ സമയം പിടിക്കും. പെട്ടെന്ന് ഈ ഉപ്പു പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നശിക്കും. നേരെ മറിച്ച് ഈ ചെങ്കല്ലിന്റെ പ്രദേശമാണെങ്കിൽ നശിക്കാൻ പ്രയാസം പിടിക്കും. അപ്പോൾ ഇത്ര കാലം ആയിക്കഴിഞ്ഞാൽ ഈ നാടിന്റെ പ്രകൃതി അനുസരിച്ച് മണ്ണനുസരിച്ച് ഇത്ര കാലമായി കഴിഞ്ഞാൽ അത് നശിച്ചിട്ടുണ്ടാവും, മണ്ണായി പോയിട്ടുണ്ടാവും. അതിന് ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാന്തിയിടണം, അല്ലെങ്കിൽ അത് വെറുതായി പോകും, ആ സ്ഥലം വെറുതായി പോകും എന്നതാണ്. അങ്ങനെയാണ് ഫുഖഹാക്കൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയും സന്ദർഭോചിതമായി നമുക്ക് അത്തരം വിഷയങ്ങൾ സംസാരിക്കാം. മഹാനായ ഖാദി അബൂ ശുജാഅ റളിയല്ലാഹു തആല അൻഹു 160 കൊല്ലം ജീവിച്ചു. ഖാദി അബൂ ശുജാഅ റളിയല്ലാഹു തആല അൻഹു
160 കൊല്ലം മഹാനവറുകൾ ജീവിച്ചിട്ട് 488 ഹിജറ 488 മഹാനവറുകൾ വഫാത്തായത്. ഏകദേശം 1000 കൊല്ലായി, 1000 കൊല്ലത്തോളമായി. അങ്ങനെ 160 വയസ്സായിട്ടും കണ്ണിന് കാഴ്ചക്കുറവ് വന്നില്ല, അതേപോലെ തന്നെ നിര വന്നില്ല, ശരീരത്തിന് ഒരു തകരാറും വന്നില്ല, പല്ലിനും ഒരു കുഴപ്പം വന്നില്ല, ഒരു പല്ലിന് ഓട്ടം പോലും വന്നില്ല. 160 വയസ്സായിട്ട് ഒരു കുഴപ്പമില്ല. വലം യഖ്തല്ല ഉദുഉ മിനൽ അഅ്ളാഇ, അവയവത്തിന് ഒരു തകരാറും വന്നില്ല. ഫസുഇല അൻ സബബി ദാലിക, അപ്പോൾ ചോദിച്ചു എന്താ ഇതിന്റെ കാരണം, നിങ്ങൾ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണ്? 160 വയസ്സായിട്ട് ഒരു പ്രശ്നവും കാണുന്നില്ലല്ലോ. ഫഖാല, അപ്പോൾ മഹാനായ ഖാദി അബൂ ശുജാ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് ഈ ക്ലാസിന്റെ തുടക്കമായി ഞാൻ നിങ്ങളോട് പറയാണ്. 160 വയസ്സായിട്ടും ഞാൻ ഈ ചരിത്രം വായിച്ചപ്പോൾ വല്ലാതെ അത്ഭുതം തോന്നി. 160 വയസ്സായിട്ട് ഒരു കുഴപ്പവും കണ്ണിനോ കാതിനോ ഒന്നും വരുന്നില്ല, യാതൊരു കുഴപ്പമില്ലാതെ വന്നപ്പോൾ അത്ഭുതത്തോടുകൂടെ സുഹൃത്തുക്കൾ ചോദിച്ചു എന്താണ് ഇതിന്റെ കാരണം? അപ്പൊ മഹാനവറുകൾ പറഞ്ഞത് ഹാഫിദനാ ഹാഫിസ് സഗരി, ചെറുപ്പകാലം മുതൽക്ക് തന്നെ നമ്മൾ ഈ അവയവങ്ങളൊന്നും ഹറാമിലേക്ക് കൊണ്ടുപോയിട്ടില്ല, ഈ അവയവങ്ങളെ കൊണ്ടൊന്നും തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ അതിനെ സൂക്ഷിച്ചു, വേണ്ട മാതിരി സൂക്ഷിച്ചു. അള്ളാഹു കൽപ്പിച്ച പോലെ നാം അത് കണ്ണ് കഴുകേണ്ട സമയത്ത് കഴുകി, കണ്ണ് നോക്കേണ്ടടുത്തൊക്കെ കണ്ണോട് നോക്കിയിട്ടുള്ളൂ, കാത് അത് സൂക്ഷിക്കേണ്ട മാതിരി സൂക്ഷിച്ചു, ഹറാമുകളൊന്നും കാത് കൊണ്ട് കേട്ടില്ല. ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ചെറുപ്പകാലത്ത് നമ്മൾ അതിനൊക്കെ ശ്രദ്ധിച്ചു, നമ്മൾ സൂക്ഷിച്ചു. അപ്പ അന്ന് സംരക്ഷിച്ചതാണ്, വയസ്സായപ്പോ അന്ന് സംരക്ഷിച്ചതാണ്. ചെറുപ്പകാലത്ത് നമ്മൾ നല്ലപോലെ നോക്കി നടന്നപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല വയസ്സായപ്പോ അള്ളാഹു സംരക്ഷിച്ചതാണ് എന്നാണ് ഖാദി അബൂ ശുജാ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്. 160 കൊല്ലം മഹാനവറുകൾ ജീവിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്ന് ഹിജറ 1447, ഹിജറ 1447 ശവ്വാൽ 21 ഇന്ന്. ഈ ശവ്വാൽ 21 മഹാനായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നമ്മുടെ നാട്ടിലൊക്കെ പഴയ ആളുകളൊക്കെ കണ്ട ആളാണ്. 10 കൊല്ലം അവിടുത്തെ 29 വയസ്സ് മുതൽ 39 വയസ്സ് വരെ നമ്മുടെ നാട്ടിൽ മലബാറിൽ ഇവിടെ ജീവിച്ച ആളാണ്. കാവുങ്ങലൊക്കെ ആ പള്ളിയിലൊക്കെ ഒരുപാട് താമസിച്ച ആളാണ് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. മഹാനവറുകൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വലിയ അധ്വാനിക്കുകയും നമ്മുടെ ചുങ്കത്ത് ആ പാർപ്പുറത്ത് വെച്ചിട്ട് ഒരു വാദപ്രതിവാദം നടത്തുകയൊക്കെ ചെയ്ത വലിയ മഹാനരാണ് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. അവർ വഫാത്തായ ദിവസമാണ് ഈ ശവ്വാൽ 21. ഈ ശവ്വാൽ മാസത്തിൽ ഒരുപാട് ആളുകൾ വഫാത്തായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ശൈഖ് ശവ്വാൽ 22 എൻ്റെ ഉസ്താദ് തിരുരങ്ങാടി ഉസ്താദിന്റെ വല്യപ്പ കൂടിയായ അബ്ദുറഹ്മാൻ ശൈഖ് വലിയ മഹാനായിരുന്നു. അവർ വഫാത്തായത് ശവ്വാൽ 22. എൻ്റെ ഉസ്താദ് തിരുരങ്ങാടി ഉസ്താദ് വഫാത്തായത് ശവ്വാൽ 24. അതേപോലെ തന്നെ CM റഹ്മഹുള്ള ശവ്വാൽ 4 വഫാത്തായത്. സയ്യിദ് ശുഹദാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു ശവ്വാൽ 15 വഫാത്തായത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയത് വഫാത്തായത് ശവ്വാൽ 1. ബഹുമാനപ്പെട്ട EK ഹസ്സൻ മുസ്ലിയാർ വഫാത്തായത് ശവ്വാൽ 26. മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങൾ വഫാത്തായത് ശവ്വാൽ 26. ഇങ്ങനെ ഒരുപാട് മഹത്തുക്കളായ ആളുകൾ വഫാത്തായ ദിവസമാണ്. പ്രത്യേകിച്ച് ഈ നാട്ടുകാരായ നിങ്ങൾക്ക് പതി ഉസ്താദുമായി വലിയ ബന്ധമുണ്ട്. നമ്മുടെ ക്ലാസിന്റെ തുടക്കമായതുകൊണ്ട് എല്ലാവർക്കും കൂടി ഒരു ഫാത്തിഹ ഓതി ഇന്നത്തെ ചായയും പലഹാരവും നമുക്ക് സംവിധാനിച്ചത് നമ്മുടെ മഞ്ഞപ്പള്ളത്ത് മൂസ അബു, അവരുടെ ഉമ്മക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി അവരാണ് ഇന്നത്തെ ചായയും പലഹാരവും. എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതി ക്ലാസിന്റെ തുടക്കമായതുകൊണ്ട് നമുക്ക് ദ്വാരക്കാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا مولانا محمد نسألك اللهم أن توصل ثواب ما قرأناه وما صليناه إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهاد وأهل الخير والصلاح كلهم أجمعين وإلى حضرات من عظمتهم وشرفتهم وإلى حضرات من ذكرنا اللهم اغفر اللهم زد لهم تشريفا وتكريما وتعظيما يا رب يا كريم لا سيما إلى حضرات من تقدم منا ذكرهم وإلى حضرات من ماتوا منا اللهم اغفر لهم وارحمهم واجعل قبرنا وقبورهم رياضا من رياض الجنان اللهم لا تعذبنا ولا إياهم اللهم نور قبورنا وقبورهم بنور القرآن آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب العالمين السلام عليكم